ദൗത്യം ഇപ്പോൾ നേരിടുന്ന വെല്ലുവിളികൾ എങ്ങനെയാണ് അഭിലാഷ്? റിജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ തീ ആളിപ്പടരുകയാണ്. മറ്റു മേഖലകളിലേക്ക് പോലും തീ ആളിപ്പടരുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അത് നിയന്ത്രിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. കാരണം നേരത്തെ തീപിടിച്ച ഭാഗത്തെ തീ അണയ്ക്കുക എന്നതിനേക്കാൾ ഉപരി മറ്റു ഭാഗത്തേക്ക് തീ പടരാതിരിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഫയർഫോഴ്സ് സംഘത്തിന്റെ ഭാഗത്ത് വരുന്നത്. അതിന്റെ ഒരു ഭാഗത്തേക്ക് അവർ കയറാൻ ശ്രമം നടത്തിയിരുന്നെങ്കിൽ പോലും അവർ പിന്നീട് അതിൽ നിന്ന് ഇറങ്ങി വരുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം തീ ആളിപ്പടരുന്ന ഒരു സാഹചര്യത്തിൽ അതിന്റെ അകത്തേക്ക് പ്രവേശിക്കുക ദുഷ്കരമാണ്. അതുകൊണ്ട് തന്നെ അവിടെ കൂടുതൽ വെള്ളം എത്തിച്ചുകൊണ്ട് അവിടേക്ക് തീ പടരാതിരിക്കാനുള്ള ഒരു ശ്രമമാണ്, ഒരു മുൻകരുതലാണ് അവർ ഇപ്പോൾ നടത്തുന്നത്. അതേസമയത്ത് ഇപ്പോൾ കെട്ടിടത്തിന്റെ പിൻഭാഗം വരെ തീ ആളിപ്പടർന്നുകൊണ്ടിരിക്കുകയാണ്. 2-3 നിലകളിൽ പൂർണ്ണമായും തീ നിയന്ത്രിക്കാൻ യാതൊരു തരത്തിലും കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ രഞ്ജി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇടുങ്ങിയ റോഡാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഫയർഫോഴ്സ് എഞ്ചിനുകൾക്ക് ഇങ്ങോട്ട് എത്തിപ്പെടാൻ കഴിയാത്തൊരു സാഹചര്യം കൂടിയുണ്ട്. 2 ഫയർഫോഴ്സ് എഞ്ചിനുകളാണ് ഇപ്പോൾ തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തുന്നത്. അപ്പോൾ പോലും ഉൾഭാഗത്തേക്ക് വെള്ളം എത്തിക്കാനൊന്നും കഴിയാത്തത് കൊണ്ട് തന്നെ ഉൾഭാഗത്ത് വലിയ തരത്തിലുള്ള തീപിടുത്തം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഭയാനകമായ ഒരു സാഹചര്യം തന്നെയാണ് ഇവിടെ ഉള്ളത് എന്ന് എടുത്തു പറയേണ്ടി വരും. കാരണം ഉൾഭാഗത്ത് തീ ആളിപ്പടർന്നു, പുറത്തുനിന്ന് ഫയർഫോഴ്സ് വെള്ളം എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അത് യാതൊരു തരത്തിലും നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അതേസമയത്ത് മുൻഭാഗത്തേക്ക് തീ ആളിപ്പടരാതിരിക്കാനുള്ള ശ്രമം, ഒരു മുൻകരുതൽ ഫയർഫോഴ്സിന്റെ ഭാഗത്ത് വരുന്നു. നമുക്ക് ആ ദൃശ്യങ്ങൾ നോക്കിയാൽ കാണുന്നത് മുൻഭാഗത്തേക്ക് പോലും തീ ആളിപ്പടരുന്നതാണ് കാണുന്നത്. കാരണം അവിടേക്ക് തീ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിയന്ത്രിക്കാനുള്ള ശ്രമം ഫയർഫോഴ്സിന്റെ ഭാഗത്ത് വരികയുണ്ട്. അതേസമയത്ത് പിൻഭാഗത്തേക്ക് പൂർണ്ണമായും തീ കയറി കഴിഞ്ഞിരിക്കുന്നു. ഇത് തുടിത്തരങ്ങളായതുകൊണ്ട് തന്നെ തീ നിയന്ത്രിക്കുക എന്നുള്ളത് വളരെ ദുഷ്കരമായ ഒരു കാര്യമാണ്. ഇത് കത്തിത്തീർന്നതിന് ശേഷം മാത്രമേ അവിടേക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ എന്നുള്ളതാണ്. നേരത്തെ കാലിക്കറ്റ് സിൽക്സുമായി ബന്ധപ്പെട്ട് പറഞ്ഞതുപോലെ അവിടെ നേരത്തെ ഗോഡൌൺ ആയിരുന്നു. പക്ഷേ ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് ഗോഡൌൺ അല്ല, വെഡ്ഡിംഗ് സെക്ഷനുകളാണ്. ആ വെഡ്ഡിംഗ് സെക്ഷൻ ആയതുകൊണ്ട് തന്നെ ഈ അലമാരകളിലൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന വെഡ്ഡിംഗ് സാധനങ്ങളാണ് അവിടെയുള്ള, സാരി ഐറ്റം അടക്കമുള്ള സാധനങ്ങളാണ് അവിടെ ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ആ തുടിത്തരങ്ങളൊക്കെ പൂർണ്ണമായും കത്തിത്തീർന്നതിന് ശേഷം മാത്രമേ അവിടെ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ എന്നുള്ള ഒരു നിലയാണ്. അതോടൊപ്പം തന്നെ കെട്ടിടത്തിന്റെ ഉറപ്പുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി ഉയർന്നു വരുന്നത്. ഇത് പൂർണ്ണമായും കോൺക്രീറ്റ് ചെയ്ത കെട്ടിടമാണോ എന്നുള്ള സംശയമുണ്ട്. ആ നിലയ്ക്ക് മുകൾ ഭാഗത്തൊക്കെ കത്തി അമരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്, പൊട്ടിത്തെറിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് പൂർണ്ണമായി കോൺക്രീറ്റ് കെട്ടിടമാണോ എന്ന സംശയം നമുക്കുണ്ടാവുന്നത്. അവിടെ ഈ കത്തിത്തീരുന്ന സമയത്ത് അതിന്റെ കോൺക്രീറ്റ് തൂണുകൾ മാത്രമാണ്, വലിയ തൂണുകൾ മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിനോടനുബന്ധമായി മറ്റു വസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിച്ചതാണ് കെട്ടിടമെന്ന് തോന്നുന്നു, അല്ലേ അഭിലാഷ്? തീർച്ചയായിട്ടും കോൺക്രീറ്റ് തൂണുകൾ നിർത്തിയിരിക്കുന്ന ഒരു കെട്ടിടമാണ് എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിലേറെ ആശങ്കപ്പെടുന്ന ഒരു കാര്യം എന്നുള്ളത് ഈ ജയലക്ഷ്മി സിൽക്സുമായി ബന്ധപ്പെട്ട് ഇതിന്റെ മുൻഭാഗത്തെ പെട്രോൾ പമ്പുണ്ട്. ആ ഭാഗത്തേക്ക് തീ പടർന്നു കഴിഞ്ഞാൽ നിയന്ത്രിക്കാൻ യാതൊരു തരത്തിലും കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക. അതുകൊണ്ട് തന്നെ മുൻഭാഗത്തേക്ക് തീ പടരാതിരിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഫയർഫോഴ്സ് പ്രധാനമായും മുൻതൂക്കം നൽകിക്കൊണ്ട് നടത്തുന്നത്. ആ ഭാഗത്തെ തീ എത്തിക്കാതിരിക്കാൻ അല്ലെങ്കിൽ തീ പടരാതിരിക്കാനുള്ള ഒരു ശ്രമം അവരുടെ ഭാഗത്ത് നടക്കുന്നു. പക്ഷേ അപ്പോൾ പോലും ഇതിന്റെ പിൻഭാഗത്ത് ഏതാണ്ട് ഒരു 30-40 മീറ്ററോളം ദൂരഭാഗത്ത് ഇപ്പോഴും തീ ആളിപ്പടരുന്നു എന്നതാണ് ആശങ്കപ്പെടുന്ന കാര്യം. അവിടെ യാതൊരു തരത്തിലും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ഏതാണ്ട് 6ഓളം ഫയർ എഞ്ചിനുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ 2 ഫയർ എഞ്ചിനുകൾ ഉപയോഗിച്ച് മാത്രമാണ് ഇപ്പോഴും തീ അണയ്ക്കാൻ കഴിയുന്നത്. ശരി, AK അഭിലാഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാം, അതിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. ഇപ്പോൾ 2 നിലകൾ പൂർണ്ണമായി കത്തി നശിച്ചിട്ടുണ്ട്. അതിൻ്റെ മറ്റ് നിലകളിലേക്ക് തീ പടരുമോ എന്നുള്ള ആശങ്ക ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് വേണം പറയാൻ. കാരണം ഇപ്പോഴും തീ അണയ്ക്കുന്ന കാര്യത്തിനൊരു വലിയ പുരോഗതി കൈവരിക്കാൻ ഫയർഫോഴ്സ് സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. കാരണം അത് വലിയ പ്രതിസന്ധി നിറഞ്ഞ ഒരു ദൗത്യമാണ്. സാധ്യമായ എല്ലാ സംവിധാനങ്ങളെയും ഈ ഘട്ടത്തിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പോലീസും സമാന്തരമായി അവർക്ക് കഴിയുന്ന രീതിയിലുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുന്നു. ഗതാഗത സൗകര്യത്തിനായി അടക്കം ഫയർഫോഴ്സ് യൂണിറ്റുകൾക്ക് അവിടേക്ക് എത്താനുള്ള ഗതാഗത സൗകര്യമടക്കം പോലീസും ഇപ്പോൾ ഒരുക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അടുത്ത നിലയിലേക്ക് തീ പടരുമോ എന്ന ആശങ്ക ഇപ്പോഴും നിലനിൽക്കുകയാണ്. ആദ്യഘട്ടത്തിൽ നമ്മൾ കണ്ടതാണ് വലിയ കറുത്ത പുക ആ കെട്ടിടത്തിൽ നിന്ന് ഉയരുന്നത് നമ്മൾ കണ്ടിരുന്നു. അത് സമീപത്തേക്കൊക്കെ പടരുന്നത് നമ്മൾ കണ്ടിരുന്നു. സ്വാഭാവികമായും തുണിത്തരങ്ങൾക്കൊപ്പം പ്ലാസ്റ്റിക് വസ്തുക്കളും ഉണ്ടാകാം, അത് നിറച്ച പ്ലാസ്റ്റിക് വസ്തുക്കൾ അടക്കം ഉണ്ടാകാം. അതായിരിക്കാം പുകയ്ക്ക് കാരണം. തീ കത്തുന്നതിനൊപ്പം തന്നെ ഇപ്പോഴും അവിടെ തീ അണയ്ക്കാനുള്ള ശ്രമം, അതീവ ദുഷ്കരമായ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഫയർഫോഴ്സ് സംഘം. കൂടുതൽ യൂണിറ്റുകൾ എത്തിയിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചിപ്പോൾ ഒരു വ്യക്തതയില്ല. അല്പസമയത്തിനകം തന്നെ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമാക്കാം. 4 യൂണിറ്റ് ഫയർഫോഴ്സ് എന്തായാലും അവിടെ ഇപ്പോഴുണ്ട്. കരിപ്പൂരിൽ നിന്ന് വാതകം ഉപയോഗിച്ച് തീ അണയ്ക്കാൻ സാധ്യമായ തരത്തിലുള്ള സംവിധാനങ്ങൾ കൂടി അവിടേക്ക് എത്തിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അത് പക്ഷേ ഈ സമയമായതുകൊണ്ട്, അല്പം തിരക്കൊക്കെയുള്ള സമയമായതുകൊണ്ട് കരിപ്പൂരിൽ നിന്ന് എത്താനുള്ളൊരു സമയം
സ്വാഭാവികമായും ആവശ്യമായി വരും. പക്ഷേ അതിനടുത്തുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകളുണ്ട്. മീഞ്ചന്ത പോലെ ബീച്ച് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെയുള്ള യൂണിറ്റുകളുണ്ട്. അതൊക്കെ പരമാവധി വളരെ വേഗത്തിൽ തന്നെ അവിടേക്ക് എത്തിക്കുന്നുണ്ട്. ഈ ഫയർഫോഴ്സ് യൂണിറ്റുകളിൽ വെള്ളം തീരുന്ന മുറയ്ക്ക് തന്നെ വളരെ പെട്ടെന്ന് തന്നെ മാനാഞ്ചിറയിലേക്ക് എത്തി അവിടെ നിന്ന് വെള്ളം നിറച്ച് വീണ്ടും ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് എത്താൻ വേണ്ട സംവിധാനങ്ങളും അതിവേഗത്തിൽ അവിടെ നടക്കുന്നുണ്ട്. അതിനുവേണ്ട ഗതാഗത സൗകര്യമടക്കം പോലീസ് ഒരുക്കുന്നുണ്ട്. ഈ കെട്ടിടം നിൽക്കുന്ന ഭാഗം അത് വളരെ ഇടുങ്ങിയ റോഡുള്ള സ്ഥലമാണ്. അവിടെ ആളുകൾ കൂടാതിരിക്കാൻ, ഈ ദൗത്യത്തിന് ഒരു തരത്തിലുള്ള പ്രതിസന്ധിയും ഉണ്ടാകാതിരിക്കാൻ വേണ്ട നടപടികൾ അവിടെ സ്വീകരിക്കുന്നുണ്ട്. വലിയ തീപിടുത്തമാണ് ഉണ്ടായിരിക്കുന്നത്. മുമ്പ് നമ്മൾ കാലിക്കറ്റ് ടെക്സ്റ്റൈൽസിൽ കണ്ടതിന് സമാനമായ രീതിയിലുള്ള ഒരു തീപിടുത്തമാണ്. ഒരു കെട്ടിടം ഒന്നാകെ നിന്ന് കത്തുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത്. ഇവിടെ രണ്ട് തരത്തിൽ നമുക്ക് ആശങ്കയില്ല എന്ന് പറയാം. ഒന്ന്, അതിനകത്താരും കുടുങ്ങിക്കിടക്കുന്നില്ല, ജീവനക്കാരെയും ആളുകളെയും ഒഴിപ്പിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ഇതൊരു വലിയ കെട്ടിടമാണെങ്കിൽ കൂടി അതിനോട് ചേർന്ന് മറ്റ് കെട്ടിടങ്ങളില്ല എന്നുള്ളതും ആശ്വാസകരമാണ്. കത്തുകയാണെങ്കിൽ ഈ കെട്ടിടം പൂർണ്ണമായി നിന്ന് കത്തുക എന്നതിനപ്പുറത്തേക്ക് മറ്റിടങ്ങളിലേക്ക് തീ വ്യാപിക്കുന്ന നിലയില്ല എന്നുള്ളതും ഒരു തരത്തിൽ ആശങ്കയാണ്. ആളുകൾ കുടുങ്ങിക്കിടക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അവരെ ഈ അപകടം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ സാധ്യമായ വഴികളിലൂടെ, ഫയർ എക്സിറ്റുകളിലൂടെ, ലിഫ്റ്റിലൂടെയൊക്കെ, ഈ കത്താത്ത ഭാഗങ്ങളിലൂടെ, മറ്റു വശങ്ങളിലൂടെയൊക്കെ ആളുകളെ പുറത്തേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസകരമാണ്. ആ ഘട്ടത്തിൽ ആദ്യഘട്ട നടപടികൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിരുന്നു എന്നത് പ്രധാനമാണ്. ഈ ടെക്സ്റ്റൈൽസ് നഗരത്തിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ടെക്സ്റ്റൈൽസാണ്. ഈ തീപിടുത്തമുണ്ടായ സമയവും പ്രധാനമാണ്. വൈകിട്ട് 6 മണി എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും ഈ ടെക്സ്റ്റൈൽസുകളിലൊക്കെ നമുക്കറിയാവുന്നതാണ്. വലിയ രീതിയിലുള്ള തിരക്ക്, സാധനം വാങ്ങാൻ വരുന്ന ആളുകളുടെ തിരക്കൊക്കെ ഉണ്ടാവുന്നതാണ്. അവിടെയാണ് ഇങ്ങനെ ഇത്രയും വലിയൊരു അപകടമുണ്ടായിരിക്കുന്നത്, തീപിടുത്തമുണ്ടായിരിക്കുന്നത്. എന്തായാലും തീ അണയ്ക്കാനുള്ള ശ്രമം ഒരുപക്ഷെ മണിക്കൂറുകൾ നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്.